അസ്സലാമലൈക്കും. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ കേട്ടോ. എല്ലാവർക്കും കഴിക്കാനും ഇഷ്ടമാണ്, കാണാനും ഇഷ്ടമാണ്, കുക്ക് ചെയ്യാനും ഇഷ്ടമുള്ളൊരു ഒരു റെസിപ്പീൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അത് ഫുള്ള് റെസിപ്പി ഒന്നുമില്ല. എനിക്കൊരു ഓർഡർ കിട്ടിയപ്പോൾ ഞാൻ അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഞാൻ തന്നെ വീഡിയോ എടുക്കും വേണം, ഞാൻ തന്നെ അത് കുക്ക് ചെയ്യും വേണം. അപ്പോൾ കുറേ ഇതിൽ വിട്ടു പോയിട്ടിട്ട് അപ്പോൾ നിങ്ങൾ ഫുള്ളായിട്ടുള്ള വീഡിയോ ഒന്നുമില്ല കേട്ടോ. ഞാനിത് നെയ്യ് ഇങ്ങനെ നന്നായിട്ട് മെൽറ്റ് ചെയ്തതിൻ്റെ ശേഷം ഉള്ളി ഇങ്ങനെ പൊരിക്കാട്ടിട്ടുണ്ട്. നമ്മൾ രണ്ട് ടൈപ്പായിട്ടാണ് ഉള്ളി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നത് കേട്ടോ. സാധാ ഒരു നോർമൽ ലൈറ്റ് കളറിലായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഡാർക്കിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. രണ്ട് ടൈപ്പിലാണത് നമ്മൾ ഈ ബിരിയാണിയിലേക്ക് നമ്മൾ ചേർക്കുന്നത്. മട്ടൻ ബിരിയാണി കേട്ടോ. അത് 80 ആൾക്കാർക്കുള്ള ഒരു മട്ടൻ ബിരിയാണിയാണത്. ഒരു മട്ടൻ നമ്മൾ ഒരു 8 കിലോ എടുത്തിട്ടുണ്ട്. അവർക്ക് കുറച്ച് പീസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അധികം പീസ് എടുത്തിട്ടുണ്ട്. അവന് 8 കിലോനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഉണക്കമുന്തിരി ഇതേപോലെ തന്നെ ആ നെയ്യിൽ തന്നെയാണ് വറുത്തെടുക്കുന്നത്. പിന്നെ നല്ല നെയ്യിലാട്ടോ നമ്മളത് വറുത്തെടുക്കുന്നത്. അതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂട്ടിയിട്ടുണ്ട്, എന്നാലുള്ള ഉള്ളി ആയാലും നമ്മൾ വറുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് നെയ്യിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുള്ളത്. നല്ല ഉള്ളിയായിട്ടാണ് നമ്മൾ വരും ചെയ്യും. പിന്നെ ക്യാഷൊക്കെ ഞാൻ ഇങ്ങനെ ഇതിൽ തന്നെ വറുത്തെടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ഇതേപോലെ ബ്രൗൺ കളറായിട്ട് ഉള്ളി കുറച്ച് വറുത്തിട്ടുണ്ട്, പിന്നെ മറ്റേ ലൈറ്റ് കളറായിട്ട് എടുത്തിട്ടുണ്ട്. നമ്മളൊരു 10 ഉള്ളി ഇതേപോലെ വറുത്തെടുത്തിട്ടാണ് അത് ഇത്രയും കിട്ടിയിട്ടില്ല, കുറച്ച് നമുക്ക് കിട്ടുള്ളൂ. അത് രണ്ട് ടൈപ്പിലാണ് ഞാൻ ബിരിയാണിക്ക് ഇതേപോലെ ഉള്ളി ചേർക്കുന്നത്. അതിലേക്കുള്ള മസാലകളാണ് പച്ചമുളകുണ്ട്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ലെമൺ ജ്യൂസ്, ഗരം മസാലകൾ, പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില, പുതിന, അതെല്ലാം ചേർത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് പണി തീർക്കാൻ വേണ്ടിയിട്ടും. കാരണം നമുക്ക് വീഡിയോ എടുക്കലും നമ്മൾ കുക്കിങ്ങും നമുക്ക് പെട്ടെന്ന് നടക്കില്ല. കാരണം നമുക്ക് പെട്ടെന്ന് അർജൻറ്റായിട്ട് അവർക്ക് ഉച്ചക്ക് കൊടുക്കാനുള്ളായിരുന്നു. അപ്പോൾ നമുക്ക് പണി നടക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ഒരാൾ എടുത്തു തരികയാണെങ്കിൽ നമുക്ക് നടക്കും. അത് ഞാൻ തന്നെ ഒക്കെ ചെയ്യണ്ടേ. അതിലേക്കുള്ള ഉള്ളിയാണ് കേട്ടോ, മസാലയ്ക്കുള്ള ഉള്ളിയാണ്. കാരണം വീഡിയോ ഒന്നും ശരിക്കും കറക്റ്റ് നല്ലൊരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പറയുകയാണെങ്കിൽ ഞാൻ നല്ലൊരു വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് ഇടാം. പിന്നെ അത് ഇതിൻ്റെ ഉള്ളി വഴറ്റിയതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് ചതച്ച് തീർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം ബാക്കി മസാലകൾ ചേർത്ത് കൊടുക്കുക. ബിരിയാണീൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ പച്ചമുളക് ചേർത്തിട്ടുണ്ട്, കുറച്ച് മസാലകളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വഴറ്റിയതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്തിട്ട്, ഞാൻ കൂടുതലും മുളകും പൊടി ചേർക്കലില്ല. പച്ചമുളകും കുരുമുളകും കൂടുതൽ ഞാൻ എൻ്റെ ബിരിയാണിയിൽ ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് കുക്കായതിൻ്റെ ശേഷം നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കുക. തൈര്, കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ മസാല ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ മട്ടന് നന്നായിട്ട് കുക്ക് ചെയ്തതിൻ്റെ ശേഷമാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിച്ചപ്പും പുതിന നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് മല്ലിച്ചപ്പും ഞാൻ ചേർത്താലുള്ളൂ ഒരു സമാധാനമുള്ളൂ. അപ്പോൾ നന്നായിട്ട് എൻ്റെ ബിരിയാണിയിലൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കും. ഞാൻ ഇത് അടുപ്പത്ത് 2 പാത്രത്തിലായിട്ടോ ദമ്മിട്ടിട്ടുള്ളത്. ഇത് ഒരു പാത്രത്തിൽ, ഇത് ഞാൻ അടുപ്പിൽ കൊണ്ടുവച്ചിട്ട് എൻ്റെ അടുത്ത് പാത്രം ഇല്ലാത്ത കാരണം ഞാൻ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. പിന്നെ ബീഫ് കുറച്ച് വരട്ടിയതുണ്ടായിരുന്നു, അതുണ്ടായിരുന്നു. പിന്നെ തൈരുണ്ട് വെച്ചിട്ടുണ്ട്, തൈര് ചമ്മന്തിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കാർക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാറ് വന്നത് നമ്മൾ ശരിക്കും കറക്റ്റ് ടൈമിന് തന്നെ അവരെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവിടെ ഒരു പാർട്ടി ആയിരുന്നു. അപ്പോൾ ആ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണി ആയിരുന്നത്.